മിസ്റ്റർ രാഹുൽ ഗാന്ധി, താങ്കൾക്ക് തന്നെയാണ് ഈ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കാണിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത്. അതുകൊണ്ട് ഉയർത്തിക്കാണിക്കൂ, ഉയർത്തി മാനം മുട്ടട്ടെ. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടഞ്ഞ് അവരെ യാതൊരു കാരണവും കൂടാതെ തുറുങ്കിലടച്ച് കുടുംബാസൂത്രണത്തിന്റെ പേരിൽ കോടിക്കണക്കിന് ജനങ്ങളെ ലോറിയിൽ കുത്തിക്കയറ്റിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം വന്ധ്യംകരണം ചെയ്യിച്ച ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമോനല്ലേ താങ്കൾ? താങ്കൾക്ക് തന്നെയാണ് ഈ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കാണിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യത. അതുകൊണ്ട് ഉയർത്തിക്കാണിക്കൂ, വീണ്ടും ഉയർത്തിക്കാണിക്കൂ. നീറ്റ് എക്സാമിന്റെ പേരും പറഞ്ഞ് മറ്റെന്തോ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ജൻസി പിള്ളേരോട് ഒരു കാര്യം പറയാം. ഈ അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങളുടെ അപ്പനെയോ അപ്പൂപ്പനെയോ അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ജനിക്കില്ലായിരുന്നു. ഇനി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സിനിമാക്കാർക്ക് സിനിമ ചെയ്യാൻ പറ്റിയ ഒരു കഥ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ കഥ നടക്കുന്നത് 1971-77 കാലഘട്ടമാണ്. 1971 വൻ ഭൂരിപക്ഷത്തോടെ ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നു. തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഒരു സ്ത്രീ വരുന്നു. ഈ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. പിന്നീട് ഇവരുടെ ഭരണമികവ് മൂലം രാജ്യം മുഴു പട്ടിണിയിലേക്ക് പോകുന്നു, ഓയിൽ ക്രൈസിസ് ഉണ്ടാകുന്നു, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ തുടർന്ന് ഒരുപാട് അഴിമതി ആരോപണങ്ങളും ജനകീയ പ്രതിഷേധങ്ങളും ഉയരുന്നു. പെട്ടെന്ന് 1975 സംഭവബഹുലമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച രാജ്നാരായൺ എന്ന വ്യക്തി കൊടുത്ത ഹർജിയുടെ ഫലമായി 1975 ഇന്ദിരാഗാന്ധിയുടെ വിജയം അസാധുവാകുന്നു. ഈ വിധിക്കെതിരെ സുപ്രീം കോടതി സ്റ്റേ വന്നെങ്കിലും ഒരുപാട് ജനപ്രക്ഷോഭങ്ങളും മറ്റും ഉണ്ടാകുന്നു. ഈ പ്രക്ഷോഭങ്ങൾ കണ്ട് ഭയന്നു വിറച്ച ഇന്ത്യയുടെ ഉരുക്കുവനിത ചെയ്തത് എന്താണെന്ന് അറിയാമോ? രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലിയെ കണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 പ്രകാരം 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. ജനങ്ങൾക്ക് മൗലികാവകാശം പോലും ഇല്ലായിരുന്നു, സഞ്ചാര സ്വാതന്ത്ര്യമില്ലായിരുന്നു, കോടതിയെ സമീപിക്കുന്നത് പോലും ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ ഏതൊരാളെയും പിടിച്ച് ജയിലിലിടാവുന്ന അവസ്ഥ. അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെ വീട്ടുകാർ കണ്ണിൽ എണ്ണയും ഒഴിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലഘട്ടം. കാണാതായ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോലും പോകാൻ പറ്റുമല്ലാത്തൊരു കാലഘട്ടം. മാധ്യമങ്ങൾക്ക് പോലും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അതായത് എന്ത് പ്രസിദ്ധീകരിക്കണം പ്രസിദ്ധീകരിക്കേണ്ട എന്ന് ഭരണപക്ഷത്തുള്ളവർ തീരുമാനിക്കും. പാർലമെന്റിന്റെ അധികാരം വർദ്ധിച്ചു, ജുഡീഷ്യറിയെ ദുർബലപ്പെടുത്തി. ഇതിനിടയ്ക്കാണ് യാതൊരു ഔദ്യോഗിക പദവിയും ഇല്ലാത്ത സഞ്ജയ് ഗാന്ധി പ്രത്യക്ഷപ്പെടുന്നത്. ഈ കഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വില്ലനാണ് ഇദ്ദേഹം. ഈ സഞ്ജയ് ഗാന്ധിയാണ് കുടുംബാസൂത്രണത്തിന്റെ പേരിൽ നിർബന്ധിതമായിട്ടുള്ള വന്ധ്യംകരണം നടപ്പിലാക്കിയത്. വന്ധ്യംകരണം എന്താണെന്ന് അറിയത്തില്ലാത്ത ജൻസി പിള്ളേരോടായിട്ട് ചുരുക്കി എന്ന് പറയാം. അതായത് ഈ വന്ധ്യംകരണം ചെയ്യിച്ചു കഴിഞ്ഞാൽ മേലാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്നർത്ഥം. ഈ വന്ധ്യംകരണം ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥർ, ടീച്ചേഴ്സ്, പോലീസുകാർ ഇവർക്കൊക്കെ ടാർഗറ്റ് കൊടുത്തു. ഈ ടാർഗറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിലോ ഇവരുടെ ശമ്പളം തടഞ്ഞു വെക്കുക, ജോലി തന്നെ കളയുക തുടങ്ങിയ ശിക്ഷകളായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. പലയിടത്തും പോലീസ് ബലം പ്രയോഗിച്ച് ആളുകളെ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം വന്ധ്യംകരണം ചെയ്യിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടാകുന്നു. അങ്ങനെ 1975 മുതൽ 77 വരെയുള്ള ഈ 2 വർഷ കാലയളവിൽ 1 കോടിയിലേറെ ആളുകളെ നിർബന്ധപൂർവ്വം വന്ധ്യംകരണം ചെയ്യിക്കുന്നു. ഇതിനിടയ്ക്ക് ഈ വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇൻഫെക്ഷൻ മൂലം 2000-നടുത്തോളം ആളുകൾ മരണപ്പെടുന്നു. 1971 അധികാരത്തിൽ കയറിയ ഇന്ദിരാഗാന്ധി ശരിക്കും പറഞ്ഞ് 1976 ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഈ അടിയന്തരാവസ്ഥയുടെ പേരും പറഞ്ഞ് അവർ 1977 വരെ ഭരണത്തിൽ തുടരുന്നു. അതായത് 1 വർഷം കൂടി അവർക്ക് എക്സ്ട്രാ ലഭിക്കുന്നു. പിന്നീട് 1977 ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷന് ശേഷം ഈ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തി തോറ്റു തുന്നം പാടുന്നു. തുടർന്ന് മൊറാർജി ദേശായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നു. ഈ നടന്ന സംഭവത്തെയാണ് ഇപ്പോൾ ഭരണഘടന ഉയർത്തിക്കാണിക്കുന്ന ഈ സിനിമാക്കാരെ കൊണ്ട് ഒരു സിനിമയാക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഈ കഥ വെറും സാങ്കല്പികം മാത്രമാണ്, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കുന്നവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ചുമ്മാ എഴുതി കാണിച്ചാൽ മതിയെന്നേ. പിന്നെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കേണ്ട ചില നടീനടന്മാരുടെ പേരുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് പേരെ വരെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതായത് ഇന്ദിരാഗാന്ധിയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ പാർവതി തിരുവോത്താണ്. സഞ്ജയ് ഗാന്ധി മനസ്സിലായോ? നിർബന്ധമായിട്ട് കുടുംബാസൂത്രണത്തിന്റെ പേരിൽ നിർബന്ധപൂർവ്വം വന്ധ്യംകരണം ചെയ്യിപ്പിച്ച ആളായിട്ട് നമ്മുടെ ജോജു ജോർജ് സഞ്ജയ് ഗാന്ധി. പിന്നെ ക്രൂരനായിട്ടുള്ള ഒരു പോലീസുകാരനായിട്ട് ഇന്ദ്രജിത്ത്, ക്രൂരനായിട്ടുള്ള കളക്ടറായിട്ട് നമ്മുടെ ദുൽഖർ സൽമാനെയും കൊടുക്കാം. പിന്നെ നമ്മുടെ വന്ധ്യംകരണ സ്പെഷ്യലിസ്റ്റ് ഒരു ഡോക്ടർ വേണമല്ലോ, അപ്പോൾ ആ വന്ധ്യംകരണ സ്പെഷ്യലിസ്റ്റായിട്ട് ടൊവിനോ. പിന്നെ അസിസ്റ്റന്റ് വന്ധ്യംകരണ സ്പെഷ്യലിസ്റ്റായിട്ട് നമ്മുടെ വിസ്മയ മോഹൻലാലിനെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒറ്റുകാരിയായിട്ട് രഞ്ജിനി ഹരിദാസ്. ഒറ്റുകാരി എന്ന് പറയുമ്പോഴത്തേക്കും പലരും പേടിച്ച് ഒളിച്ചൊക്കെ ഇരിക്കുമല്ലോ, ഇന്ന പോലെ വന്ധ്യംകരണം ചെയ്യിക്കാൻ അല്ലെ പിടിച്ചോണ്ട് പോകാൻ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇവരാണ് ഓടി നടന്ന അവിടെ ഇവിടെയൊക്കെ ഇന്ന പോലെ ഇന്ന വ്യക്തി ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്, അവനെ വന്ധ്യംകരണം ചെയ്യിച്ചിട്ടില്ല, കൊണ്ടുപോകാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒറ്റ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് രഞ്ജിനി ഹരിദാസ്. പിന്നെ വരുന്നത് കുഞ്ചാക്കോ ബോബനൊക്കെയാണ്. അദ്ദേഹത്തിനൊക്കെ ഏത് ക്യാരക്ടർ കൊടുക്കുന്നതാണ് ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇത് സ്ക്രിപ്റ്റ് ആക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തായാലും ഒരു കാമുകനെയൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ കാമുകനെ വന്ധ്യംകരണം ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചോണ്ട് പോകുന്നു, കാമുകി ഇങ്ങനെ നോക്കിയിരിക്കുന്നു, തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു. എന്നാലും സാരമില്ല, സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയുന്ന ഒരു നായികയും വേണം. അപ്പോൾ അതായിട്ട് ആടിപ്പാടാനായിട്ടൊക്കെ കുഞ്ചാക്കോ ബോബനും കൂടത്തെ മറ്റൊരു നായികയായിട്ട് വേറൊരാൾ. അപ്പോൾ അതൊക്കെ ആരാണെന്നൊന്നും ഫിക്സ് ആയിട്ടില്ല, നിങ്ങളൊന്ന് ആലോചിക്കുക കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ഈ സിനിമയിലെ വരികൾ എഴുതുന്നത് വേടനാണേ. മ്യൂസിക് ഡയറക്ടറായിട്ട് ഷാൻ റഹ്മാൻ,
സംവിധാനം ആഷിഖ് കപൂർ. പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് ഒരു പ്രൊഡ്യൂസറിനെയാണല്ലോ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ ചേർന്നിട്ട് ഈ പടം അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ബാക്കി കഥാപാത്രങ്ങളെയൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറ. ഓക്കെ, ബൈ.